പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക ജീവപഠനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 അധ്യായത്തിലെ 7 സഭകൾക്കുള്ള ദൂത് നാം ചിന്തിക്കുകയാണ്. ഇന്ന് 5-ാമത്തെ സഭയായ സർദീസ് സഭയെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ദൈവം തൻ്റെ പരമാധികാരത്തിൽ 7 സഭകളെയും എല്ലാ കാലഘട്ടത്തിലുമുള്ള 1-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രസന്റ് കാലഘട്ടം വരെയുള്ള സഭകളുടെ അവസ്ഥയെയാണ് 7 സഭകളിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ദിശയിലുള്ള കാലഘട്ടം, കഷ്ടതയിലൂടെ കടന്നുപോയ സഭയുടെ കാലഘട്ടം, ലോകപരമായി സഭ അധപ്പതിച്ചതായ കാലഘട്ടം, വിശ്വാസം ത്യജിച്ച സഭയുടെ കാലഘട്ടം. അതിനുശേഷം നാം ഇന്ന് നവോത്ഥാന സഭയുടെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ പ്രതിധാര സഭയുടെ കാലഘട്ടവും സഭയുടെ അധപ്പതന കാലഘട്ടവും ഇതിനെക്കുറിച്ചും നാം ചിന്തിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആണ് സർദീസ് സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ 1-ാം വാക്യം: സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവോത്ഥാനം, ഓർമ്മപ്പെടുത്തുക, യഥാസ്ഥാനം, ശേഷിപ്പ്, ശേഷിക്കുന്നവ, പുനഃസ്ഥാപനം എന്നൊക്കെ അർത്ഥമുണ്ട്. തുയഥൈര സഭ പ്രദാനം ചെയ്യുന്ന റോമൻ കത്തോലിക്ക സഭയോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന സഭകൾ എന്ന് പറയുന്നത്. സർദീസ് സഭയുടെ കാലഘട്ടം 6-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭം മുതൽ ആണ് ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ വരവ് വരെ ഈ സഭയുടെ അവസ്ഥ നിലനിൽക്കുന്നതാണ്. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. എഫെസോസ് സഭയിൽ നാം കണ്ടത് 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവിനെയാണ്. സ്മുർണ സഭയിൽ നാം കണ്ടത് മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചവൻ. കഷ്ടത അനുഭവിച്ച സഭയ്ക്ക് ആ ഉയർത്തെഴുന്നേറ്റ വീണ്ടും ജീവിക്കുന്ന ക്രിസ്തുവിന് ആവശ്യമായിരുന്നു. പെർഗമ സഭയിൽ ഇരുവായ്ത്തലയുള്ള വാളുള്ളവനാണ് സംസാരിക്കുന്നത്. തുയഥൈര സഭയിൽ സംസാരിക്കുന്നവൻ അഗ്നിജ്വാലിക്കത്ത കണ്ണും വെള്ളോട്ടിന് സാദൃശ്യമുള്ള കാലുള്ളവൻ. സർദീസിലെ സഭയോട് സംസാരിക്കുന്നവൻ ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ 7 ആത്മാവ് എന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ എണ്ണത്തിൽ 7 ആത്മാവ് എന്നല്ല. അതിനെക്കുറിച്ച് നമ്മുടെ പഠനത്തിലെ 2-ാം ഭാഗത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന്. 7 മടങ്ങ് തീവ്രമാക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ സഭകളുടെ കാലഘട്ടങ്ങളെല്ലാം തന്നെ ആ സഭകൾ അധപ്പതനത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളാണ്. അധപ്പതനത്തിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് 7 മടങ്ങ് തീവ്രമാക്കപ്പെട്ട ആത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള ആത്മാവിൻ്റെ പകർച്ചയല്ല എലീശയുടെ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി പങ്ക് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ അധപ്പതനം
നാം കാണുമ്പോൾ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തീവ്രമാക്കപ്പെട്ട ഒരു അനുഭവം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിതീവ്രതയോടെ ജീവിക്കാൻ പ്രാപ്തിയുള്ളതാക്കുക എന്നതാണ്. 7 നക്ഷത്രം സഭയെ തീവ്രതയോടെ ശോഭിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പൊ നവോത്ഥാന സഭയ്ക്ക് ആവശ്യം 7 മടങ്ങ് തീവ്രമാക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവും തിളങ്ങുന്ന നേതൃത്വവുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് സഭയ്ക്ക് തിളങ്ങുന്ന നേതൃത്വം ആവശ്യമാണ് എന്നാണ്. തിളങ്ങുന്ന നേതൃത്വം എന്ന് പറയുമ്പോൾ സംഘടനാപരമായ ഏതെങ്കിലും അവിടെ സ്ഥാനമാനങ്ങളുടെ തിളക്കമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. സഭയിലെ ദൂതുവാഹികളായി, ആത്മീയരായി, വരപ്രാപ്തരായി എല്ലാ അംഗങ്ങളും ഫങ്ഷൻ ചെയ്യുന്ന തിളങ്ങുന്ന നേതൃത്വങ്ങളാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. ഇവിടെ നാം ചിന്തിച്ചത് ആത്മാവ് ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. അത് മാത്രവുമല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷ അത് പുതിയ നിയമത്തിലെ ശുശ്രൂഷയാണെന്ന് നാം കാണുന്നു. ജീവനില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ടുള്ള ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ആവശ്യം. 2 കൊരിന്ത്യർ 3:6 വായിക്കുമ്പോൾ അവൻ നമ്മെ ആത്മാവിൻ്റെ ശുശ്രൂഷക്കാരാക്കി തീർത്തിരിക്കുന്നു എന്നാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വെറും ആത്മീയ ശുശ്രൂഷയല്ല, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് നീതിയുടെയും ആത്മാവിൻ്റെയും തേജസ്സിൻ്റെയും കൃപയുടെയും ശുശ്രൂഷയാണ്. റോമാലേഖനം 5:17-21 വാക്യങ്ങൾ വായിക്കുക. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായി നമ്മെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ കാണുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. നവോത്ഥാന സഭകൾ, റിഫോംഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ജീവനുണ്ടെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു അവൾ മരിച്ചവളാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6:57 വാക്യം നാം വായിക്കുമ്പോൾ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഈ ക്രിസ്തുവിനെ നാം ഭക്ഷിക്കണം എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന ശുശ്രൂഷയാണ്. രമ്യാപ്രവചനം 15-16 വാക്യം വായിക്കുമ്പോൾ, ദൈവവചനം കണ്ടെത്തി നാം ഭക്ഷിക്കണം. യോഹന്നാൻ 6:63, യോഹന്നാൻ 10:8 വാക്യങ്ങൾ നാം വായിക്കുക. ഇവിടെയെല്ലാം കർത്താവിനെ ഭക്ഷിക്കുവാൻ അവൻ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആളത്വത്തിലേക്ക് ക്രിസ്തുവിനെ എടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് സഭകൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് സഭകൾ ഡോക്ട്രിനിലൂടെ, ഉപദേശങ്ങളിലൂടെ, പഠിപ്പിക്കലുകളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതായ പ്രവണതയാണ് നാം കാണുന്നത്. അവിടെ ക്രിസ്തുവിനെ ഭക്ഷിക്കുവാനോ ക്രിസ്തുവിൽ വളരുവാനോ കഴിയുന്നില്ല. ക്രിസ്തുവിൽ ഭക്ഷിക്കുകയും അവനിൽ നാം വളർച്ച പ്രാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ നിയമ ശുശ്രൂഷയുണ്ട്. അതാണ് യഥാർത്ഥ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അവനെ ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിന് മുമ്പിൽ ഭക്ഷിക്കുവാൻ അവനെ ആക്കി വെച്ചു. ദൈവം പറഞ്ഞത്, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിനക്ക് തിന്നാം. അവിടെ ജീവവൃക്ഷം ഉണ്ടായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്.
എന്നാൽ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്, അത് തിന്നരുത് എന്ന് കർത്താവ് കൽപ്പിച്ചു. എന്നാൽ അവൻ തിന്നു, അവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ജീവവൃക്ഷത്തെ ഭക്ഷിക്കുവാൻ അവന് കഴിയാതെയായി. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തായ മനുഷ്യനെ ദൈവം പിന്നെയും ഭക്ഷിക്കുവാൻ പ്രാപ്തനാക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം വായിച്ച ഭാഗം പറയുന്നത്, എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കുമെന്നാണ്. പഴയ നിയമം നാം പല ഭാഗങ്ങൾ പഠിക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തിന് നൽകിക്കൊടുത്ത മന്ന, അത് ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുക, യഥാർത്ഥമായി ഭക്ഷിക്കേണ്ടതിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് പുതിയ നിയമ ശുശ്രൂഷയിലൂടെയാണ് നമുക്ക് പകർന്നു ലഭിക്കേണ്ടത്. ഇവിടെ അങ്ങനെ നാം അവനെ ഭക്ഷിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനെ ജീവിക്കും. ഇന്നത്തെ സോക്കോൾഡ് പ്രൊട്ടസ്റ്റന്റ് സഭകളും കരസ്മാറ്റിക് മൂവ്മെന്റുകളും ആന്തരികമായും ആത്മാവിൻ്റെ തീവ്രമാക്കപ്പെട്ട അനുഭവം ഇല്ല എന്ന് നാം കാണുന്നു. ബാഹ്യമായ ചില പ്രകടനങ്ങൾ മാത്രമാണുള്ളത്. ഓർഗനൈസേഷൻ പരമായിട്ട് അവർക്ക് സ്ഥാനമാനങ്ങളും അധികാര ശ്രേണിയും ഒക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് മാത്രം അവർ തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ല എന്ന് നാം ഇവിടെ കാണണം. ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് ശോഭിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ നാം ഭക്ഷിക്കുന്നതിലൂടെ നിലവിളക്ക് ശോഭിക്കും. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നവോത്ഥാനം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നാം താഴോട്ട് പഠിക്കുമ്പോൾ ഫിലദൽഫിയ സഭയുടെ ആവശ്യം ഉളവായി. 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ചാവാറായി ശേഷിപ്പുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, 6-ാം നൂറ്റാണ്ടിലാണ് മാർട്ടിൻ ലൂഥർ നവോത്ഥാനം ആരംഭിക്കുന്നത്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ ദ്വിതീയ സഭ റോമൻ കാത്തലിക് ചർച്ചിന്റെ അവിശ്വാസം ത്യജിച്ച അവസ്ഥ നാം കണ്ടു. അവർ ദൈവവചനത്തെ വെളിച്ചം കാണാത്ത നിലയിൽ അവർ അതിനെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ മാർട്ടിൻ ലൂഥർ ദൈവവചനത്തെ നമുക്ക് തുറന്നു തന്നു. 2 കാര്യങ്ങളാണ് മാർട്ടിൻ ലൂഥറിലൂടെ നവോത്ഥാനത്തിൽ സംഭവിച്ചത്. ഒന്ന്, വിശ്വാസത്താലുള്ള നീതീകരണം. മറ്റൊന്ന്, തുറക്കപ്പെട്ട ബൈബിൾ. ഈ നവോത്ഥാന കാലഘട്ടം മുതൽ വേദപുസ്തകത്തിലെ സത്യങ്ങളെ ദൈവം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു, എല്ലാവർക്കും പകർന്നു കൊടുത്തു. എന്നാൽ അത് വളരെ ആഴത്തിലുള്ളതായ ജീവന്റെ അനുഭവമോ ജീവന്റെ പഠനമോ ആയിരുന്നില്ല. വേദപുസ്തകം നമുക്ക് തുറക്കപ്പെട്ടുവെങ്കിലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനോ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാനോ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നാം പഠിക്കുമ്പോൾ കഴിഞ്ഞില്ല എന്നാണ് നാം കാണുന്നത്. ഈ കാലഘട്ടത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ വേദപുസ്തകത്തിലെ മാർമികമായ സത്യങ്ങൾ അനേകർക്കും മറഞ്ഞിരിക്കുകയാണ്. അവർ ചില തിരുവെഴുത്തുകളെ എടുത്ത് ഒരു വിപ്ലവമായി സംസാരിക്കുകയും അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർക്ക് ജീവനിലുള്ള വളർച്ച ഇല്ല, ആന്തരികമായ ജീവനില്ല. ബാഹ്യമായ ചില പ്രകടനങ്ങളും പ്രവൃത്തികളും മാത്രമാണ് അവർക്കുള്ളത്. ആയതുകൊണ്ട് നവോത്ഥാനത്തിലൂടെ പുറത്തു വന്ന ഈ ദൈവിക സത്യങ്ങൾ പിന്നീട് ശേഷിച്ച് ഇല്ലാതാവുകയാണ് ചെയ്തത്. ബാഹ്യമായ ചില ഉപദേശങ്ങളും ദുരുപദേശങ്ങളും പഠിപ്പിക്കുന്ന ഡോക്ടറിനുകളും
ഈ ദൈവിക സത്യങ്ങളെ മറപിടിക്കുകയായിരുന്നു. അങ്ങനെ നവോത്ഥാനത്തിലൂടെ ലഭിച്ചതായ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചാവാറായ ശേഷിപ്പായിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ആ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് കർത്താവ് നവോത്ഥാന സഭയോട് ആഹ്വാനം ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് നാം കാണുന്നു. ദൈവം ഒരു പ്രവൃത്തി അവർക്ക് നൽകി, എന്നാൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു വ്യക്തമായ ചിത്രമാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഇവിടെ കർത്താവ് പറയുന്നത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്നിങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. സഭ അധപ്പതനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ചിലരോട് ചില ആഹ്വാനങ്ങൾ നൽകാറുണ്ട്. ഇവിടെയും കർത്താവ് അത് നൽകുകയാണ്. ഈ 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോഴും സഭകളുടെ അധപ്പതനത്തെക്കുറിച്ച് സൂചിപ്പിച്ച ശേഷം അടുത്ത് നാം കാണുന്നത് ജയിക്കുക, ജയിക്കുക, ജയിക്കുക എന്നുള്ള ആഹ്വാനമാണ്. ഇവിടെ ജയിക്കുക എന്ന് പറയുമ്പോൾ നാം ആ സാഹചര്യത്തെ കോംപ്രമൈസ് ചെയ്ത് മുമ്പോട്ട് പോകുകയല്ല വേണ്ടത്, ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. വിശ്വാസം ധരിച്ച സഭയിൽ നിന്ന് നാം പുറത്തു വരുമ്പോഴാണ് നാം ജയിക്കുന്നത്. അതപ്പതിച്ച നവോത്ഥാന സഭയിൽ നിന്ന് നാം പുറത്തു വരുമ്പോഴാണ് നാം ജയാളികളാകുന്നത്. നമുക്ക് അധികം പേർക്ക് ഇങ്ങനെയുള്ള ഒരു സാക്ഷ്യമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ജീവനുണ്ടായിരുന്നു, എന്നാൽ ഒരു ഡിനോമിനേഷണൽ അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു ചർച്ചിൽ പ്രവേശിച്ചപ്പോൾ നാം ഒരു റെഫ്രിജറേറ്ററിൽ അകത്ത് ആയതുപോലെ ഉള്ള അനുഭവമാണ് ഉണ്ടായത്. അവിടെ നാം തണുത്തുറഞ്ഞ് ചവാറായ അവസ്ഥയിലാണ്, ചത്തു എന്ന് പറയാം. ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മെ മോചിപ്പിച്ചത് എന്ന് യഥാർത്ഥ സഭാജീവിതത്തിലുള്ളവർക്ക് എന്ന് പറയാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പ്രാദേശിക സഭകളിലേക്ക് കൊണ്ടുവന്നതായ അനേകരുടെ സാക്ഷ്യം ഈ വിധമാണ്. ഇന്ന് ഞങ്ങൾക്ക് കർത്താവിനെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. സംഘടനയിലായിരുന്നപ്പോൾ അതിനുള്ളിലുള്ളതായ സംഘടനാ പ്രവർത്തനങ്ങൾ, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങിയതായ അനേക കാര്യങ്ങളിലൂടെ ചാവാറായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവിനെ ഭക്ഷിക്കുവാനും അവനെ ആസ്വദിക്കുവാനും അവനെ ആവിഷ്കരിക്കുവാനും അവനെ വെളിപ്പെടുത്തുവാനും ഒക്കെ കഴിയുന്നു. അവനെ ക്രിസ്തുവിനെ ആസ്വദിക്കുവാൻ ഇന്ന് സഭാജീവിതത്തിൽ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം. അത് കർത്താവിടെ ആഹ്വാനം ചെയ്തതുപോലെ ഞങ്ങളുടെ ഒരു മാനസാന്തരമാണത്. കർത്താവിടെ പറയുന്നത്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. നീ ഉണരാതിരുന്നാൽ, മൃതാവസ്ഥയിലായിരുന്നാൽ കർത്താവ് വരും. ഒരു കള്ളൻ വരുന്നത് അറിയാത്ത സമയത്തും വിലപ്പെട്ടതിനെ എടുത്തുകൊണ്ട് പോകുവാനുമാണ് വരുന്നത്. ഇത് കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിലാണ് ഈ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ രഹസ്യ വരവിന്റെ സ്വഭാവമാണ്. നമ്മുടെ ദൂതുകളുടെ 4-ാം ഭാഗം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവിടെ കർത്താവിന്റെ രഹസ്യ വരവിനെ കുറിച്ചും പരസ്യ വരവിനെ കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്താവ് കള്ളനെ പോലെ വരും എന്നത് ഏത് സമയത്ത് വരും എന്നുള്ള
മുന്നറിയിപ്പില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കള്ളൻ വരുന്നത് വിലപ്പെട്ടതിനെ എടുക്കുവാനാണ്, അതും ജയാളികളെയാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ 7 സഭകളുടെ ദൂതം നാം പഠിക്കുമ്പോൾ ഈ 7 സഭകളോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: ജയാളികളാകുക, ജയാളികളാകുക, ജയാളികളാകുക എന്നുള്ളതാണ്. കർത്താവിന്റെ മടങ്ങിവരവ് ജയാളികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ രഹസ്യവരവ്. പരസ്യവരവിൽ അവൻ എല്ലാവരെയും എടുക്കും. അപ്പോൾ കർത്താവിന്റെ രഹസ്യവരവുമുണ്ട്, പരസ്യവരവുമുണ്ട്. നാം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എന്താണ് നമ്മുടെ ജീവിതവും നടപ്പും എന്നതാണ് വേദപുസ്തകത്തിൽ ഉടുപ്പ് സൂചിപ്പിക്കുന്നത്. ഒരുവന്റെ ഉടുപ്പ് മലിനമാക്കുക അർത്ഥമാക്കുന്നത് അവരെ പ്രത്യേകാൽ മരണത്തിന് ബന്ധപ്പെടുത്തുന്നു എന്നാണ്. മരണം ദൈവമുമ്പാകെ പാപത്തേക്കാൾ മലിനമാണ്. ലേവ്യ പുസ്തകം 11:24-25, സംഖ്യ 6:6, 7, 9 വാക്യങ്ങൾ, സെഖര്യാവ് 3:3-5 വാക്യങ്ങൾ, യൂദയുടെ ലേഖനം 23-ാം വാക്യം. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടുപ്പ് മലിനമായാൽ എന്താണ് സംഭവിക്കുന്നത്? അത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മരണം എന്നത് പാപത്തേക്കാൾ കഠിനമാണ്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഉടനെ അവനൊരു യാഗം നടത്തുകയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമുണ്ട്. എന്നാൽ ഒരുവന് ശവത്തെ തൊടുകയാണെങ്കിൽ അവന് 7 ദിവസം അശുദ്ധനായിരിക്കുകയാണ്. അപ്പോൾ പാപത്തേക്കാൾ മരണം എന്നത് വളരെ കാഠിന്യമുള്ളതാണ്. ഇവിടെ ഉടുപ്പ് മലിനമാക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതവും അവന്റെ നടപ്പും മൃതാവസ്ഥയിലേക്ക്, മരണത്തിലേക്ക് തന്നെ നയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സർദീസിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ ആണ് എന്ന് നാം അവിടെ കാണുന്നു. ഒരു ക്രിസ്ത്യാനിക്ക് 2 വസ്ത്രങ്ങളാണ് വേദപുസ്തക പ്രകാരം ഉള്ളത്. ഒന്ന് രക്ഷയിൻ വസ്ത്രം എന്ന് പറയും, മറ്റൊന്ന് വിശേഷ വസ്ത്രം. അങ്ങനെ പറയുകയാണെങ്കിൽ രക്ഷയിൻ വസ്ത്രം എന്ന് പറയുന്നത് പൊൻകസവ് കൊണ്ടുള്ളത് എന്ന് സങ്കീർത്തനം 45-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. വിശേഷ വസ്ത്രം എന്നത് അവിടെ ചിത്രത്തയ്യലുള്ള വസ്ത്രമാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. ഈ 2 വസ്ത്രങ്ങൾ എല്ലാ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കണം. പൊൻകസവ് കൊണ്ടുള്ള രക്ഷയിൻ വസ്ത്രം എന്നത് നമുക്ക് സൗജന്യമായിട്ട് ദൈവം തരുന്നതാണ്. നമ്മുടെ രക്ഷയുടെ ഭാഗമായി അത് നമ്മുടെ യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അത് മാത്രം പോരാ, ഒരു മണവാട്ടി എന്ന നിലയിൽ ഒരു വസ്ത്രം കൂടെ നാം നേടണം. അത് വിശേഷ വസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിത്ര തയ്യലുള്ള വസ്ത്രം എന്നാണ്. അപ്പോൾ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം, ചിത്രത്തയ്യലുള്ള വസ്ത്രം. അപ്പോൾ ചിത്രത്തയ്യലുള്ള വസ്ത്രത്തെ കുറിച്ചാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 19-8-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് നമ്മുടെ കാണുന്നത്. നാം രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്യുന്നതായ പ്രവൃത്തിക്ക് തക്കതായ
ഒരു വസ്ത്രം, അല്ലെങ്കിൽ നാം നെയ്തെടുക്കേണ്ടതായ ഒരു വസ്ത്രം, നാം നേടേണ്ടതായ ഒരു വസ്ത്രം, അതാണ് വിശേഷ വസ്ത്രം, അതാണ് ചിത്രത്തൈലുള്ളതായ വസ്ത്രം. ഇത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം വായിക്കുമ്പോൾ, അതിന് 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു കല്യാണ സദ്യയ്ക്ക് ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായ ചിത്രത്തൈലുള്ളതായ വിശേഷ വസ്ത്രമില്ലാതെ അതിൽ സംബന്ധിച്ചു. അവനെ കർത്താവ് അവിടെ കണ്ടുപിടിക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എങ്ങനെ ഈ കല്യാണ സദ്യയ്ക്ക് നീ കടന്നുകൂടി? അവൻ ഉത്തരം മുട്ടിപ്പോയി. അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ അവനെ തള്ളിയിടുവാനായിട്ട് കൽപ്പിച്ചു. ശരിക്കും മില്ലേനിയത്തിൽ കർത്താവിനോടുള്ള വാസമാണ് നമുക്ക് ആ പ്രതിഫലമായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ ആസ്വാദനം ഈ കല്യാണ വസ്ത്രം ഇല്ല എങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. മറ്റുള്ളവർ കല്യാണ വസ്ത്രവുമായി വന്നവർ എല്ലാം ആ മില്ലേനിയത്തിൽ കർത്താവിനോടൊപ്പം സന്തോഷിക്കുമ്പോൾ അവൻ കല്യാണ വസ്ത്രമില്ലാത്തവനെ ആ ഔട്ടർ ഡാർക്ക്നെസ്സിലേക്ക്, പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ്. എന്ന് പറഞ്ഞാൽ അവനെ യുഗപരമായ ശിക്ഷണത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ നാം കാണുന്നത് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ്. കരച്ചിലും പല്ലുകടിയും എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വയം പഴിക്കുകയും വെറുപ്പും പ്രകടമാക്കുന്നതിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സഭായുഗത്തിൽ നാം നേടേണ്ടതായ ആ വിശേഷ വസ്ത്രം നേടിയില്ല എങ്കിൽ നാം സ്വയം പഴിക്കുകയും സ്വയം വെറുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്ക് ആ ശിക്ഷണത്തിലൂടെ ആ ഔട്ടർ ഡാർക്ക്നെസ്സിൽ ലഭിക്കുന്നത്. അപ്പോൾ വിശേഷ വസ്ത്രം നാം നേടേണ്ടത് ആവശ്യമാണ്. 5-ാം വാക്യത്തിലേക്ക് നാം വീണ്ടും വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഇവിടെ നാം കാണുന്നത് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ഇവിടെ വെള്ള സൂചിപ്പിക്കുന്നത് പരിശുദ്ധിയെ മാത്രമല്ല, പ്യൂരിറ്റിയെ മാത്രമല്ല, എന്നാൽ അംഗീകാരത്തെ, അപ്രൂവ്ഡ്നെസ് കൂടെയാണ് അത് സൂചിപ്പിക്കുന്നത്. വെള്ളവസ്ത്രം ഇവിടെ സൂചിപ്പിക്കുന്നത് മരണത്താൽ കളങ്കപ്പെടാത്ത ജീവിതവും നടപ്പും ആണ്. അങ്ങനെയുള്ള ഒരു കർത്താവിനോടൊപ്പം വരും രാജ്യത്തിൽ നടക്കുവാൻ യോഗ്യതയുള്ളവരായിരിക്കും. ഇവിടെ നാം കാണുന്നത് വെള്ളയുടുപ്പ് ധരിക്കുന്നത് ജയിക്കുന്നവരാണ്. ജയിക്കുന്നവൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ ജയിക്കുവാനാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ മരണാവസ്ഥയിൽ നിന്നും ആണ് നാം ജയിക്കേണ്ടത്. അല്ലെങ്കിൽ ഉടുപ്പ് മലിനമാകാതിരിക്കുക എന്നാണ് അവിടെ പ്രസ്താവ്യം. പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ആ മരണാവസ്ഥയിൽ നിന്ന് നാം ജയിക്കുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്നു, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ അത് മായ്ച്ചു കളയുവാൻ കഴിയുമോ? വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണത്. കർത്താവ് പറയുന്നു, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവരായിരിക്കണം. ജീവിക്കുന്നവരുടെ പേര് മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ കാണുകയുള്ളൂ. മരിച്ചവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ കാണുകയില്ല. ഇവിടെ ജീവപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിന് ഭാഗവാക്കാകുന്നവരുടെ പേരുകളുടെ
ദൈവിക രേഖയാണ്, അല്ലെങ്കിൽ ഡിവൈൻ റെക്കോർഡ് ആണ് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്, ബുക്ക് ഓഫ് ലൈഫ്. വെളിപ്പാട് പുസ്തകം 13-ന്റെ 8-ാം വാക്യവും 17-ന്റെ 8-ാം വാക്യവും 20-ന്റെ 12, 15 വാക്യങ്ങൾ, 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും ലൂക്കോസ് 10-ന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം കാണുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യോഗ്യരായവരുടെ പേരുകളുടെ ദൈവിക രേഖയാണ് ഈ ജീവന പുസ്തകം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് 3 തലങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് സഭയിൽ, മറ്റൊന്ന് മില്ലേനിയൽ കിങ്ഡം രാജ്യയുഗത്തിൽ, മറ്റൊന്ന് നിത്യതയിൽ. ഇപ്പോൾ സഭായുഗത്തിലെ അനുഗ്രഹങ്ങളായ പാപമോചനം, വീണ്ടെടുപ്പ്, വീണ്ടും ജനനം, നിത്യജീവൻ, ദിവ്യ സ്വഭാവം, ഇതൊക്കെ നാം സഭാജീവിതത്തിലൂടെ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇവയിൽ നാം പക്വത പ്രാപിക്കണം, ഇവയിൽ നാം തികവ് പ്രാപിക്കണം. 1 കൊരിന്ത്യർ 2-ന്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ ഈ ദൈവിക അനുഗ്രഹങ്ങൾ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമായ ഭൗതികമായ കാര്യങ്ങളെയാണ് അവർ ചിത്രീകരിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ് നമ്മുടെ സഭാജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പാപമോചനവും വീണ്ടെടുപ്പും വീണ്ടും ജനനവും ദൈവജീവനും നിത്യജീവനും ദിവ്യ സ്വഭാവവും, ഇതൊക്കെയാണ് ദൈവം ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. ഇത് പ്രാപിച്ച് നാം പക്വതയിലേക്ക് വരണം, തികഞ്ഞവരായി തീരണം. ആ വാക്യത്തിന് മേലുള്ള വാക്യങ്ങളെല്ലാം അത് കാണുന്നുണ്ട്, നാം തികഞ്ഞവരായി തീരണമെന്ന്. അങ്ങനെ നാം തികഞ്ഞവരായി തീരുമ്പോൾ മാത്രമേ നമുക്ക് മില്ലേനിയത്തിൽ അവന്റെ പ്രതിഫലം വാങ്ങുവാൻ, അല്ലെങ്കിൽ മില്ലേനിയം എന്ന പ്രതിഫലം പ്രാപിക്കുവാൻ അവനോടൊപ്പം രാജ്യയുഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. നാം ഈ അനുഗ്രഹങ്ങളെ സഭായുഗത്തിൽ അലക്ഷ്യമാക്കിയാൽ, അറിയാതെ പോയാൽ നമുക്ക് രാജ്യയുഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രവുമല്ല, ആ സമയത്ത് ഏറ്റവും പുറത്തുള്ള ഇരുട്ട് എന്ന് നാം കണ്ടതുപോലെ ആ ഒരു അവസ്ഥയിൽ ഒരു യുഗപരമായ ശിക്ഷണത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. അത് ഡിസ്പെൻസേഷണൽ ഡിസിപ്ലിൻ എന്ന് പറയും. ആ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ പേര് ആ രാജ്യയുഗത്തിൽ അവൻ മായ്ച്ചു കളയും എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ പറയപ്പെട്ട ആ ദിവ്യ അനുഗ്രഹങ്ങളായ പാപമോചനം, വീണ്ടെടുപ്പ്, വീണ്ടും ജനനം, ദിവ്യ സ്വഭാവം, ദൈവജീവൻ, ഇതിൽ നാം പക്വത പ്രാപിച്ചാൽ, വളർച്ച പ്രാപിച്ചാൽ, പരിജ്ഞാനപൂർത്തി പ്രാപിച്ചാൽ നമ്മുടെ പേര് മായ്ച്ചു കളയുകയില്ല. അല്ലാത്തവരുടെ പേർ രാജ്യയുഗത്തിൽ മായ്ച്ചു കളയും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മില്ലേനിയത്തിലുള്ള അവരുടെ ആസ്വാദനം അവർക്ക് നഷ്ടപ്പെടും എന്നാണ് അവിടെ കാണുന്നത്. അവരുടെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, മാത്രമല്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവനെ ഏറ്റു പറയും. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ നാം അലക്ഷ്യമാക്കുകയാണെങ്കിൽ നമുക്ക് മില്ലേനിയത്തിലുള്ള
ആസ്വാദനം ലഭിക്കുകയില്ല, അതിൽ പ്രവേശനം നമുക്ക് ലഭിക്കുകയില്ല. നാം യുഗപരമായ ശിക്ഷണത്തിലൂടെ കടന്നു പോകും. അതിനുശേഷം ആ ശിക്ഷണത്തിൽ നാം വിജയിക്കുന്നവരായി തീരുന്നുവെങ്കിൽ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10:28 വാക്യം വായിക്കുമ്പോൾ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. കർത്താവ് നൽകിയതായ രക്ഷ ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടമാകുകയില്ല എന്നാണ് ഇവിടെ നാം ഈ വാക്യത്തിലൂടെ കാണുന്നത്. ഒരു രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ നശിക്കുകയില്ല എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നശിക്കുന്നില്ല? സഭാജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദിവ്യ അനുഗ്രഹങ്ങളായ പാപമോചനം, വീണ്ടെടുപ്പ്, വീണ്ടുജനനം, ദിവ്യ സ്വഭാവം, ദൈവജീവൻ, നിത്യജീവൻ തുടങ്ങിയ കാര്യങ്ങൾ സഭാജീവിതത്തിൽ വേണ്ടുവോളം പ്രാപിച്ച് നാം വളർച്ച പ്രാപിക്കുന്നുവെങ്കിൽ, നാം പരിജ്ഞാനപൂർത്തിയിലെത്തുന്നുവെങ്കിൽ, തികഞ്ഞവരായി തീരുന്നുവെങ്കിൽ നമുക്ക് രാജ്യയുഗത്തിൽ കർത്താവിനോടൊപ്പം പ്രവേശിക്കാനായിട്ട് കഴിയും. ഇല്ല എങ്കിൽ നമുക്ക് കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നമ്മുടെ പ്രവൃത്തി വെന്തുപോയാൽ നമുക്ക് ഛേദം വരും. നമ്മുടെ പ്രവൃത്തി വെന്തുപോയാൽ ഛേദം വരും എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഛേദം എന്ന് പറയുന്നത് മില്ലേനിയത്തിൽ അല്ലെങ്കിൽ 1000 വാഴ്ചയിൽ പ്രവേശിക്കാത്ത അവസ്ഥയെയാണ് കാണിക്കുന്നത്. എന്നാൽ താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ, യുഗപരമായ ശിക്ഷണമാണ് അത് തീയിൽ കൂടെയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതിലൂടെ രക്ഷിക്കപ്പെടും. കാരണം യോഹന്നാന്റെ സുവിശേഷം 10:28 വാക്യത്തിൽ നിന്ന് വായിച്ചത്, അവൻ നൽകിയ രക്ഷ ഒരു നാളും ആരും എടുക്കുകയില്ല എന്നാണ്. അപ്പോൾ തീയിൽ കൂടെ എന്ന പോലെ പ്രതിഫലമില്ലാതെ, പ്രതിഫലം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നാം നിത്യത്തിലേക്ക് വല്ലവിധേനയും പ്രവേശിക്കും. അതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവൻ വെള്ളയെടുപ്പ് ധരിക്കും, മാത്രമല്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും, അവൻ്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ഓ ഹല്ലേലൂയ. അപ്പോൾ ജയാളിയാകുവാനാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. 6 വാക്യം വായിക്കും പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ പ്രസ്താവിച്ച എല്ലാ കാര്യങ്ങളും കേൾക്കുവാനുള്ള ഒരു ആത്മീയ ചെവി നമുക്കുണ്ടായിരിക്കണം. നമുക്ക് അനേക മെസ്സേജുകൾ, അനേക ദൂതുകൾ, അനേക പ്രസംഗങ്ങൾ, അനേക ബൈബിൾ സ്റ്റഡികൾ നമുക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ ഒരു കാത്തിരിപ്പ് യോഗത്തിൻ്റെ പ്രതീതിയോ, ഒരു കൺവെൻഷൻ്റെ പ്രതീതിയോ, അല്ലെങ്കിൽ ഒരു ഉണർവ് മീറ്റിങ്ങിൻ്റെ പ്രതീതിയോ ആയി മാറുകയാണ്. വേദപുസ്തകത്തെ, സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്ത് തരുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്യുകയാണ്, യഥാർത്ഥമായി അതിനെ വിഭാഗിക്കുകയാണ്, അതിനെ പൊരുൾ തിരിച്ച് സംസാരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ മോശ സംസാരിച്ചതുപോലെ, മോശ തടിച്ച നാമുള്ളവനായിരുന്നു, വിക്കുള്ളവനായിരുന്നു, എങ്കിലും ദൈവം മോശയിലൂടെ സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് ശ്രമിക്കാനായിട്ട് കഴിയും. ഇത് ആത്മാവിൻ്റെ സംസാരമാണ്. ആത്മാവിൻ്റെ സംസാരം ശ്രവിച്ച് നാം ആത്മീയരായി പുതിയ നിയമ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ട് ഈ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ജയിക്കുന്നവരായി അവൻ്റെ രാജ്യത്തുള്ള പ്രതിഫലം പ്രാപിക്കുവാൻ ഒരുങ്ങുക. അതിനായി ദൈവമായ കർത്താവ് ഇവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ദൂതുകൾ നിങ്ങൾ കേൾക്കുകയും അത് നിങ്ങൾ
ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുകയും ചെയ്യുക. അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവനെ ആസ്വദിക്കുവാൻ ദൈവം ഇടവരുത്തും എന്നുള്ള വാക്കുകളോടുകൂടി ഞാനിവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.